ഹലോ ഗൈസ്, ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്ന് ഇന്നലെ ഞങ്ങൾക്ക് സേഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയേക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനിയുള്ളത് കാണിച്ചു തരാം. ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കഴിഞ്ഞു. ഓൾമോസ്റ്റ് നാട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ മിക്കത് ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങളപ്പോൾ അതിൽ വേണ്ടതൊക്കെ ഇങ്ങനെ കുറച്ചെടുത്ത് നോമ്പും കൂടി ആയതുകൊണ്ട് അതിനും കൂടി ഉള്ളത് കണക്കൊക്കെ നിങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ കാണിച്ചു തരാം. ഗൈസ്, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ബില്ലടിക്കണം. അതിന് വേറെ പണിയൊന്നുമില്ല. അതിൽ സെലക്ട് ചെയ്യുക, ഗെയിം യൂസ് ചെയ്യണോ ഓപ്ഷൻ ആണോ എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. കവറുണ്ടെങ്കിൽ കവറിൻ്റെയും കൂടി പൈസ വെച്ചിട്ട് വേണം നമ്മൾ അടിക്കാൻ. എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്. കവറോടി കൊണ്ടുപോകണത്, അല്ലെങ്കിൽ കവറില്ലാതെ കവർ കൊണ്ടുവരാണെങ്കിൽ കവറിലിട്ടുകൊണ്ട് പോകാം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അടുത്ത സാധനങ്ങൾ തപ്പി നടന്നപ്പോഴാണ് നമ്മുടെ കണ്ണിൽ ഈ സാധനം പെട്ടത്. പയറ്, ഗ്രീൻ പീസ്, അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ സാധനങ്ങൾ. ഇതെല്ലാം കൗഫിലാൻഡിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് ഓരോ സാധനങ്ങളൊക്കെ നോക്കി പോയപ്പോഴാണ് സ്കൂളിലേക്കുള്ള ബുക്ക് തീർന്നത് ഓർമ്മ വന്നത്. അങ്ങനെ ആ ബുക്ക് ഒരെണ്ണം വാങ്ങിച്ച്, ബുക്ക് വാങ്ങിക്കണമെങ്കിൽ കൺഫ്യൂഷൻ ആയിരുന്നു ഏത് വാങ്ങിക്കുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ രണ്ടൊന്ന് ചളിയൊക്കെ അടിച്ചിരുന്നു. അതൊന്നും ഇതിലൂടെ പറയാൻ കൊള്ളത്തില്ല, എന്നെ ഊക്കിക്കൊല്ലും. പിന്നെ ഈസ്റ്റർ പ്രമാണിച്ച് ഇവിടെ കുറേ അധികം ഡെക്കറേഷൻ ചെയ്യണ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ കുറേ മിഠായികളുണ്ട്. ലിൻഡറ്റിൻ്റെ ഭാഗത്തേക്ക് പോയി കണ്ടു, ആസ്വദിച്ചു, തിരിച്ചു പോന്നു. വാങ്ങിച്ചില്ല. പിന്നെ ഇപ്പോൾ വരുന്ന പിള്ളേരോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വരുമ്പോൾ കൗഫ്ലാൻഡിൽ കുറേ പാനിനൊക്കെ ഓഫർ ഉണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്, പാന്, തവ, അങ്ങനെയെല്ലാം. പിന്നെ ഞങ്ങൾ ഈ ഏരിയയാണ് ബിരിയാണിക്ക് വാങ്ങിക്കാറ്. പിന്നെ ഈ ഏരിയയാണ് ഞങ്ങളുടെ സാധാ ചോറുണ്ട്. നമ്മൾ ടോട്ടലിൽ വാങ്ങിച്ചു. പിന്നെ ദേശീയ ഭക്ഷണമായിട്ട് ഇവിടെ വാങ്ങിച്ചു. മീറ്റിൻ്റെ ഭാഗത്ത് കൂടിയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ പോയിരുന്നു. ജസ്റ്റ് ഞങ്ങളുടെ ഷോപ്പിങ്ങനെ പകുതി വഴിയാക്കി നമ്മൾ ഫ്രോസൺ സാധനങ്ങൾ എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബ്രൊക്കോളി എടുത്തു. പിന്നെ അടുത്ത സാധനം എടുക്കാൻ പോവാണ്. പകുതിയോളമായി. എല്ലാം ഇങ്ങനെ എടുക്കുമ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല. അത് എന്താണ്, നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേനും ബാക്കിൽ കുറേ ആൾക്കാരുണ്ട്. എന്തിവിടെ ഓഫർ നടക്കണോണ്ടിട്ട് കുറേ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ഓരോ സാധനങ്ങൾ വെക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ ചെന്നതിനായിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞങ്ങൾ വാങ്ങിച്ചതാട്ടോ. ശരിയാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനമാണ് പാല്, മുട്ട, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അത് രണ്ടും വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ പോയപ്പോഴാണ് ഐസ്ക്രീമിന് ഓഫർ. ഞങ്ങൾ 2 ഐസ്ക്രീം വാങ്ങിച്ചു. നോമ്പ് നമുക്ക് കഴിക്കാൻ. വേറെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ നിറച്ച ആൾക്കാരാണ്. നിറച്ച ആൾക്കാരാണ്. ഇവിടെ ഫുള്ള് ഡാറ്റ ഷൂട്ട്സ് അങ്ങനെ സംഭവങ്ങളായതുകൊണ്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മളും സാധനങ്ങൾ കൂടി അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ഒറ്റക്ക്. അപ്പോൾ പറ്റണ പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണാം. പ്ലീസ് ഒക്കെ നല്ല ഓഫറുണ്ട്. കഴിച്ച് നമ്മൾ ഐസ്ക്രീം 2 വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചു, അത് വാങ്ങിച്ചു. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു. അനഗതി ബില്ലടിക്കാൻ വേണ്ടി പോവാണ്. ഞാനും കൂടി സഹായിക്കും. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വിടാം. അതെ, ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണ് ഗൈസ് ഇത്രയും. ഹലോ ഗൈസ്, ഞങ്ങൾ ഷോപ്പിംഗ് അങ്ങനെ കഴിഞ്ഞു. മുട്ട കഴിയുമ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അതേ സിനിമ നോക്കണം. അതിനൊക്കെ വേറെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആലോചനയിലാണ്. പിന്നെ ബീഫോ ബൂസ്റ്റ് വാങ്ങിച്ചിട്ടില്ല. അതിപ്പോൾ നോമ്പായതുകൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചതാണ്. ഞങ്ങൾ ഷോപ്പിംഗ് അങ്ങ് ഏകദേശം വീഡിയോ കൂടി പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വല്ലതാണ് ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങിക്കും. കടയിൽ നിന്ന് ട്രോളി ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവന്നിട്ട് അത് തിരിച്ചു വെക്കാൻ പോകണനൊക്കെ. അങ്ങനെ അവളതൊക്കെ വെച്ച് വന്നു കഴിഞ്ഞ് നമ്മുടെ ബസ് വന്നപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ അതിലോട്ട് രണ്ടുപേരും കൂടിയാണ്ട് കയറ്റിയത്. ബാക്കി സാധനങ്ങൾ എൻ്റെ കൂടി ഉണ്ട്, അതും കൂടി കയറ്റി. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഉണ്ട്. അപ്പോഴൊരു സംഭവം ഉണ്ടായി. ഞാനും അനഘയും ഡ്രൈവറും അല്ലാതെ ഈ വണ്ടി ഇവിടെ ആരും കാണിച്ചതാണ്. കാല് വണ്ടി, ബട്ട് നമ്മൾ മാത്രം നിങ്ങളുടെ സ്വന്തം വണ്ടി. അതെ, ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തി. സ്റ്റോപ്പ് എത്തി. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീഡിയോയും കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട് ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങാനായിട്ടുണ്ട്. ശരി, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോന്നു. ആശന സാധനവും കൊണ്ടുപോകുന്നു. ഞാൻ അടുത്ത സെറ്റ് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിൽ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗൈസ്, ചൂസ് പറ, എൻ്റെ കൈ വെക്കാൻ പറ്റത്തില്ല.